ഞങ്ങളാണെങ്കിൽ എല്ലാവരും ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. കുഞ്ഞുമരത്തിന്റെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു കുഞ്ഞു ടൗൺ, ഡങ്കൾഡ് എന്ന് പറഞ്ഞ ടൗൺ നമ്മൾ ഒരുമിച്ച് നടന്ന് കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടാം. അപ്പൊ ഇവിടുന്ന് പയ്യെ പോകുന്നു. ഒരാൾ ഇവിടുത്തെ ബാത്റൂമിൽ കയറി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ് ഇവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല. കൈയെടുത്തേ കുഞ്ഞോ. സത്യം പറഞ്ഞ് ഇവിടെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവര് ബാത്റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. നോക്കിയേ, എന്ത് ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഒരു ബാത്റൂം അവര് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ഡെക്കോർസും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ഷവർ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാത്റൂം കിട്ടുന്നുണ്ടോ. അടിപൊളി. ഇവിടെയും ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ വ്യൂ ആണ്. അപ്പൊ ഇനിയിപ്പം നമ്മൾ പയ്യെ നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ എടുത്ത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് വെറും 8 മിനിറ്റ്, അതായത് 0.4 മൈൽസ്, ഏകദേശം 1 കിലോമീറ്ററിനകത്ത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റിവർ സൈഡിൽ, റിവർ തെയിലെത്താനായിട്ട് പറ്റും. ഞാൻ അവിടെ വരെയുള്ള ആ ഒരു ടൗൺ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത്രയും നേരം ഞാൻ ഇനി എന്നെ കാണിക്കുന്നില്ല വീഡിയോയിൽ. നമുക്ക് ഈ ടൗൺ നടന്ന് കാണാം. ഇതേ കുഞ്ഞുമറിയാണെങ്കിൽ ഇവിടെ ഫുള്ള് കല്ലൊക്കെ പെറുക്കിക്കൊണ്ട് നടക്കുവാണ്. സമ്മതിക്കുമല്ല, ആൾക്ക് കയ്യിലിരിക്കല്ല, ആൾക്ക് നടന്നാൽ മതി. കുഞ്ഞു എന്നും ഇതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പനെ അമ്മനെ കൊണ്ട് അങ്ങനെ അധികം എടുപ്പിക്കല്ലേ. അപ്പോൾ നമ്മളിവിടുന്ന് പയ്യെ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, എല്ലാം കരിങ്കല്ല് വെച്ച് പണിതിരിക്കുന്ന ബിൽഡിങ്സ് ആണ്. അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അത്ര വലിയ പഴക്കമുള്ള ബിൽഡിങ്സ് അല്ല, എല്ലാം ഒരു 50 വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. ഇതേ അഞ്ചും കുഞ്ഞുമറിയും കൂടെ നടന്നു വരുന്നു. ഞാനും ജാക്കറ്റ് എടുക്കേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം ഇപ്പം നല്ല കാറ്റടിക്കുമ്പോഴേക്കും തണുക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ ഈ ഡ്രസ്സ് അത്യാവശ്യം തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഡങ്കൾഡ് എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിലെ പേർത്ത് അടുത്തുള്ള ചെറിയൊരു ടൗൺ. ഇവിടുന്ന് നമുക്ക് ഏത് സൈഡിലേക്ക് നടക്കണ്ടേ? മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് പറയുന്നത് റൈറ്റിലേക്ക് പോകാനാണ്. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അഞ്ചു ചലഞ്ച്, ഇവിടെ മലയാളികളെ കാണുമോ? നീ ഒരു മലയാളികളെ കണ്ടുമുട്ടും ഇവിടെ വെച്ച് പറ. യൂഷ്വലി നമ്മൾ UK എവിടെ പോയാലും കാണുന്നതാണ്. ഞാൻ പറയുന്നു ഇവിടെ കണ്ടുമുട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഒരാൾ നടന്നു വരുന്നുണ്ടോ? ഇവിടെ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ലാത്ത സംഭവമുണ്ട്. ഈ ഒരു ടൗണുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റികളും അല്ലെങ്കിൽ റോഡുകളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്ത് ക്ലീനാന്ന് നോക്കി, നീറ്റാണ്. അതായത് റോഡൊക്കെ ഇവർ അടിക്കും. പക്ഷേ ഇതിനകത്ത് ഇവർ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയത്തില്ലാത്ത വേറെ സാധനമുണ്ട്. ഇവിടെ താമസിക്കുന്ന ഒരു വീട്ടുകാർ അതിന് വേണ്ടിയിട്ട് ഒരു മാസം എത്ര കൊടുക്കുന്നുണ്ട് അഞ്ചു പറ? അപ്രോക്സിമേറ്റ്ലി ഏറ്റവും കുറഞ്ഞത് ഇവിടെയുള്ള ഓരോ വീട്ടുകാരും 10,000 രൂപ വെച്ച് ഒരു മാസം കൊടുക്കുന്നുണ്ട്. അതായത് കൗൺസിൽ ടാക്സ് എന്ന് പറയും. നമ്മൾ എടുത്തടിയോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ, ഇത് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കാനായിട്ട് ഈ ഒരു കൗൺസിലിൽ താമസിക്കുന്ന ഒരു വീട്ടിലെ ആൾക്കാർ ഒരു മാസം ഏറ്റവും കുറഞ്ഞ 100 പൗണ്ട്, അതായത് 10,000 രൂപ ഇവിടുത്തെ കൗൺസിലിന് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവരിത് ക്ലീൻ ചെയ്യുന്നത്. അത് ഏറ്റവും കുറവ്. അത് 170, 200 പൗണ്ടൊക്കെ ഒരു മാസം കൊടുക്കുന്ന കൗൺസിലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കൗൺസിലിന് പൈസ കൊടുത്തിട്ട് കൗൺസിലാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്, നീറ്റാക്കിയിടുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ആളുകൾ പിന്നെ അങ്ങനെ എല്ലാം വലിച്ചെറിയത്തൊന്നുമില്ല കേട്ടോ, നല്ല നീറ്റായിട്ടൊക്കെ വെക്കത്തുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക്, അയ്യോ ഞാൻ ജാക്കറ്റ് എടുക്കണ്ടായിരുന്നു അഞ്ചു, ഞാൻ ജാക്കറ്റ് എടുക്കണ്ടായിരുന്നു. നല്ല കാര്യം, എനിക്ക് നടക്കുന്നുണ്ട്. വേണ്ട, ഇനി വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബാ, നമ്മളിത് ആ മേളിൽ നിന്നാണ് വന്നേ. നല്ല ഭംഗിയുള്ള സ്ഥലം. മലയാളിയാണോ? ഹായ് സാൻ, വാട്ട്സ് യുവർ നെയിം? Safter Masood. Safter. You living here? Yes, I live in Perth. Oh, it's a beautiful place. We came from Manchester. Manchester. Manchester City. Yeah. Okay. We'll be here for 1 week. Okay. Yeah. In the hotel? We are staying in an Airbnb. We thought of going to the river. Okay. Yeah. Good. Yeah. See ya. Bye. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ റിവറിൻ്റെ സൈഡിലേക്ക് പോകണം. ഇവിടെയാണ് റിവർ കേട്ടോ. കുഞ്ഞൊരു സിറ്റിയല്ലേ അഞ്ചു. ഇവിടെ സ്കൂളുണ്ട്, പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടുത്തെ. കുഞ്ഞൊരു സിറ്റി അല്ലേ?
നല്ല ഭംഗിയുള്ള. ഞാൻ പിടിക്കണോ? എന്നെ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ട് വിടാം. വാ, ഇപ്പൊ ഞാൻ നല്ലൊരു ഒരു ഐഡിയ പറയാം. വാ, കുഞ്ഞുമറി അപ്പയുടെ തലയല്ലേ ഇരിക്കുന്നത്. വാ. ആ കുഞ്ഞുമറി അപ്പയുടെ ഇതാണ് എനിക്ക് പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള സാധനം. അഞ്ചു, നീ ഞങ്ങളധികം കാണിക്കണ്ട, കാണിച്ചോ. നീ ഞങ്ങൾ പുറകിൽ നിന്ന് കാണിച്ചാൽ മതി. കാരണം ആൾക്കാർക്ക് നമുക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാം. എടി ഇതാണ് ഇവിടെ റിവർ. ഒരു സെക്കൻഡേ നോക്കട്ടെ. അതെ ഈ വഴിക്ക്. ആ, പ്രൈവറ്റ് റോഡ്, നോ അൺഓതറൈസ്ഡ് വെഹിക്കിൾസ്, പെഡസ്ട്രിയൻസ് ഉള്ളി. ആ, അപ്പം പ്രൈവറ്റ് റോഡാണ്. ഇവർ പറഞ്ഞിട്ടുണ്ട് നോ അൺഓതറൈസ്ഡ് വെഹിക്കിൾസ്, പെഡസ്ട്രിയൻസ് ഉള്ളി. അപ്പം നമുക്ക് നടന്നു പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർത്ത് ആ ചേട്ടന് മലയാളി അടിക്കുന്ന. ആ ചേട്ടൻ്റെ ചിരി കണ്ടപ്പോൾ കണ്ടിട്ട് ഒരു ഇന്ത്യക്കാരൻ, ആള് പാകിസ്ഥാനിയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു മലയാളി ആയിരിക്കുന്ന. ഈ പാകിസ്ഥാനി, ഇന്ത്യൻ, ചൈനീസ്, എനിക്ക് ഇങ്ങനെ സാധനം തന്നെ ഈ ഡിവിഷൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യയിലായിരിക്കുമ്പം നമ്മൾ പറയും നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്ന്. നേരെ തിരിച്ച് കേരളത്തിൽ നിന്ന് പറയും നമ്മൾ കേരളവും തമിഴ്നാടും. അത് കഴിഞ്ഞിട്ട് കേരളത്തിനകത്ത് നിന്ന് പറയും ഞങ്ങൾ കോട്ടയംകാരും നിങ്ങൾ തൃശ്ശൂരുകാരും. ഇതൊക്കെ ഉടായിപ്പാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുമരത്തിന് ഞാൻ എന്താണെങ്കിലും നടക്കാൻ വിട്ടിരിക്കുവാണ്. കാരണം കയ്യിലെടുപ്പ് നടപടിയുള്ള കേസല്ല. ആൾക്ക് എങ്ങനെയെങ്കിലും നടന്നാൽ മതി. പിന്നെ ആളിന്ന് വലിയ കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കഴിച്ചിട്ടേ ഉള്ളൂ. ഇടയ്ക്ക് നിന്ന് പോരുന്നത് കേട്ടോ. നിന്ന് പോകുന്ന എപ്പോഴാണ് അറിയോ? കല്ലൊക്കെ കണ്ടപ്പോഴേക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ റോഡിൽ കാണുവാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് പെറുക്കിയൊക്കെ നോക്കണം. അത്രേ ഉള്ളൂ. കുഞ്ഞുമരി അപ്പം പോവാണേ. വാ വാ ഓടി വാ. ആ കണ്ടല്ലോ, നമ്മളകത്തേക്ക് കയറി വന്നു. നല്ല നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടുന്ന് നടന്ന് പുഴയിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി എയർബിഎൻബിസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് കുറേ എയർബിഎൻബിസ് ഉണ്ട്. അതിനകത്ത് വലിയ കുഴപ്പമില്ലാത്തവരെണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത് 2 ദിവസം താമസിക്കാനായിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഡെഡ് എൻഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴിക്കല്ല പോകേണ്ട, നമുക്ക് ഈ വഴിക്കാണ് പോകണ്ടേ. നമ്മളിങ്ങനെ നടന്ന് ഇവിടം വരെ എത്തിയപ്പോഴേക്കും പുഴയുടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഇതിനകത്ത് നമുക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർ കറക്റ്റായിട്ട് ബോർഡ് എഴുതി വെക്കും പ്രൈവറ്റ് ആണെന്ന്. ഇത് വഴി തീർന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. നമ്മൾ വഴി തെറ്റിയാണോ പോകുന്നതെന്നും എനിക്കറിയത്തില്ല. 2 സൈഡിലും വീടുകളൊക്കെ ഉണ്ട് കാര്യം. പക്ഷേ വഴി ഇവിടം കൊണ്ടൊക്കെ ഓൾമോസ്റ്റ് തീർന്ന മട്ടാണ്. ഇതെന്തോ ആപ്പിളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കുഞ്ഞ് ആപ്പിളാണ്. ആപ്പിൾ മരങ്ങളാണ്. ഇതിപ്പോൾ കായ്ച്ച് നിറച്ച് ഫുള്ള് കായായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കാട് കൂട്ടൊരു സ്ഥലം കേട്ടോ. എന്തായാലും ഇതിന് ഒരു ട്രെയിലുണ്ട്, ആൾക്കാർ നടക്കുന്ന വഴിയാണ്. കാരണം ഇവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് പോയി നോക്കാം നമുക്ക്. ഞാൻ ഒരു റിവറിൻ്റെ ചില സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ചെല്ലുമ്പോൾ നമ്മൾ റിവർ കൂട്ടൊരു സ്ഥലം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് അകത്തേക്ക് പോകാൻ പറ്റുമെന്ന്. കാരണം ഈ റോഡ് ക്ലോസ്ഡ് ആണ്. ഇത് കണ്ടോ, ഇത് ക്ലോസ്ഡ് അല്ലല്ലോ, ഇത് തുറന്നു കിടക്കുന്നതാണ് കേട്ടോ, ലോക്ക് ചെയ്തിട്ടില്ല. കുഞ്ഞുമറ എന്ത് ചെയ്ത് അഞ്ജുവിനെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കില്ല. ആൾക്ക് നടക്കണം. ഇവിടുന്ന് നമുക്ക് പുഴയുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ആൾക്കാർ നടക്കുന്ന ഒരു ട്രെയിലാണെന്ന് തോന്നുന്നു. നമുക്കിത് വഴി കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു പുഴയുടെ ചുറ്റും നമുക്ക് ഇങ്ങനെ കുറേ ദൂരം ഇതുപോലെ നടക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് ഇവിടെ ഒരു ചെറിയൊരു തടി പാലമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പുഴയുടെ അടുത്തോട്ട് പോയി നോക്കാം. പുഴയുടെ അടുത്തോട്ട് നമ്മളെങ്ങനെ പോകും? അതാണ് അടുത്ത ടാസ്ക്. മഞ്ജു, അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമുക്ക് ആ വഴിക്ക് പോകണ്ട, നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം. ബാ. അടിപൊളി, നല്ല സ്ഥലമല്ലേ? കുഞ്ഞിനെ ഞാൻ എടുക്കണോ? എന്നാ ഇവിടെ ഒരാൾക്ക് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ തറ വിടാം. വാ ദേ വേണ്ടേ, ദേ ഒരു അണ്ണാറക്കണ്ണൻ. അയ്യോ അഞ്ചു, അണ്ണാറക്കണ്ണൻ കണ്ട അഞ്ചു? ദേ നോക്കിക്കേ. ദേ ഞങ്ങളിങ്ങനെ പുഴയുടെ സൗണ്ട് കേട്ട് പുഴ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുഞ്ഞുമറിയമാണ് ദ തേ റിവർ കാണാൻ വേണ്ടി പോകുന്നേ. അണ്ണാറക്കണ്ണ അടുത്തേ കാക്ക പോകുന്നു. ദേ പ്രാവ്.
എന്തി പ്രാവെന്തി? പ്രാവെന്തിയടാ? ദേ പ്രാവെന്തി? ബാ 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 ബാ. ദേ തുഞ്ഞു. ദേ നമ്മളെവിടെ എത്തിയേ? നമ്മളെവിടെ എത്തിയത്? എവിടെ എത്തിയത്? ഇതെവിടാ ഇത്? ഇതെവിടാ? ഇതെവിടാ ഇത്? അടിപൊളി. യു കെയിലെ ഏറ്റവും കൂടുതൽ സാൽമൺ റൺ ആണ് യു കെയിൽ. എനിക്ക് തോന്നുന്നത് വേൾഡിന് തന്നെ വൺ ഓഫ് ദി പോപ്പുലർ പ്ലേസസ് ആണ് സാൽമൺ പിടിക്കാനായിട്ട്. പക്ഷേ ഇവിടെ സാൽമൺ പിടിക്കാൻ ലൈസൻസ് വേണം. ലൈസൻസ് വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കണം. അപ്പോൾ അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയാണ് മൈക്കിൾ പറഞ്ഞത്. കാരണം ഇവിടെ ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ഫിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അങ്ങനെ ചുമ്മാ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതാണ് സത്യം ഇവിടുത്തെ. ഇത് പിടിച്ച കുഞ്ഞോ? ഇവിടെ ഒരാൾക്ക് തറയിൽ പോകണം. ഞാൻ വിടാം. ഇവിടെ ആൾക്കാർ ബാർബിക്യൂ ചെയ്തതിൻ്റെയാണ് ഈ കാണുന്നത്. ബാർബിക്യൂ അല്ലെങ്കിൽ ഒരു ഫയർ സെറ്റ് ചെയ്തതിൻ്റെ സംഭവം നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചിനെ ഞാൻ നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ അവളെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ നേരെ പോയി വെള്ളത്തിൽ ഇറങ്ങും. അഞ്ചു ഒക്കെ എടുത്തോ അല്ലേ? ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഒരാൾ അവിടുന്ന്. ദ റിവർ തേ. നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ അകത്തോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഞങ്ങൾ ഈ കാട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് നമുക്ക് മഴ പെയ്യാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കണം. മഴ നനയാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കണം.